വേണ്ടടാ, ഫൈസിംഗ് കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. ഓ അയ്യോ എനിക്ക് പേടിയാവുന്നു. സത്യം പറഞ്ഞ ഞങ്ങൾക്കും പേടിയാവുന്നുണ്ട് കാണുമ്പോ. പെൻഷൻ പറ്റിയിട്ടും +2 കഴിയാത്ത വിദ്യാർത്ഥിനിയോ? ഇത് ഏത് സ്കൂളടേ? പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 10ാം ക്ലാസ്സിലൊക്കെ 10 കൊല്ലൊക്കെ തോറ്റിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ. ഇതിപ്പോ എങ്ങനെയാണ് ഏത് ഗണത്തിലെ എടുത്തെന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ശരിക്കും സ്കൂൾ കുട്ടികളെ പോലെ തന്നെ തോന്നിക്കുന്നു. എന്റെ പൊന്നെ, ഏത് കണ്ണുപൊട്ടനാടേ ഇതൊക്കെ, ഞാൻ പറയുന്നില്ല. ഏതവരാടാ ഇങ്ങനെയൊക്കെ കാസ്റ്റ് ചെയ്യുന്നത്? ഏത് ഞാൻ പറയുന്നില്ല, ചിരിപ്പിക്കാൻ എങ്ങോട്ടെങ്കിലും പോണ. ഓക്കെ, കൊള്ളാം. പെൻഷൻ പറ്റിയ വിദ്യാർത്ഥിനി. നമുക്ക് നേരെ എന്തായാലും ബിഗ് ലൂസിലെ കുറച്ച് കോമഡികളുണ്ട്, ഒന്ന് കണ്ടുവരാം. ഇപ്പൊ ചോദിക്കാൻ റെഡിയാണോ? ഇപ്പൊ തലമുടി മുട്ടയടിക്കാൻ റെഡിയാണോ? എന്തോ തലമുടി മുട്ടയടിക്കാൻ റെഡിയാണോ? ഇല്ല ലാലേട്ടാ, ഉള്ളത് എക്സ്റ്റൻഷൻ വെച്ചേക്കുവാണ് കേട്ടാ. അയ്യോ എന്റെ പൊന്നു ലാലേട്ടാ, കുളി, തലമുടി, പേന്, ഇതൊന്നും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഈ രണസുനയുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടുണ്ടാ? ചോദിക്കുകയാണ്. എന്നിട്ടും അതിനവിടെ അങ്ങനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു മനുഷ്യനും ചെയ്യാത്ത, അല്ലെങ്കിൽ ചെയ്യാൻ ധൈര്യമില്ലാത്ത ഒരു കാര്യം. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ദയവേത് കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തിയിട്ട് കാണണം. അതിമാരകമായിട്ടുള്ളതാണ്. അതാ 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 കിട്ടിന്നാ തോന്നുന്നേ. ആ കിട്ടി കിട്ടി കിട്ടി. അതാ 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 രക്തമൊഴുകി. ചോര പുഴയാണ് അവിടെ ഒഴുകിയത്. എന്റെ ബിഗ് ലൂസേ, രണസുനക്ക് കാര്യം മനസ്സിലായില്ല. ലാലേട്ടൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്നുള്ളത്. അതായത് ആ ബിഗ് ലൂസ് ബെഡിൽ നിറച്ച് പേന്, പരവതാനി പിരിച്ച സ്ഥലത്തും പേന്, ആകെ പേന്. എന്നും പേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അകത്തേക്ക് വിടേണ്ട അവസ്ഥ എന്നുള്ളതാ. ആ മുട്ടയടിച്ചിട്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാലോ എന്ന് വിചാരിച്ചപ്പോ രണസുന വീണ്ടും ആ ഒരു വിഗിന്റെ കഥയും പറഞ്ഞു വന്ന്. വേറൊന്നും പറയാനില്ല, അവരുടെ കയ്യിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതൊന്നല്ല പറയാൻ പോകുന്നത്. ഇനി കാണാൻ പോകുന്ന ഈ ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം, കാണണം. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. കാണാം. ആദ്യത്തെ ലൈഫ് നല്ലതായിട്ട് എടാ 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 ഇത്രയും നാളും പറയാത്ത ഒരു കാര്യമാടാ പുറത്തു വന്നത്. ഇവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ ശാരികയാണെങ്കിലും കൂരികയാണെങ്കിലും എല്ലാവരും കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും പറയാത്ത ഒരു കഥ. എന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഏതോ ഒരു എന്തോ ഒരാളുടെ പേരെന്തുവാണേ, എന്തോ വർഷാപ്പ് വെൽഡറോ അങ്ങനെ എന്തൊക്കെ പറയുന്നേക്ക്, ഷിബുവോ ഷിജു അങ്ങനെ എന്തോ ആണ്. എന്തായാലും പറഞ്ഞ്, പക്ഷെ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം. എന്താ പറഞ്ഞതേ? അതായത് അത്ര അധികം അവരനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള നുണ പറഞ്ഞിട്ടാണ് എന്നെ കെട്ടിയത് എന്നൊക്കെ. അങ്ങനെ നുണയൊക്കെ പറഞ്ഞ് കെട്ടാനും മാത്രമുള്ള ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കുറച്ച് മുമ്പത്തെ ഇന്റർവ്യൂയുടെ ഈ ഒരു കഷ്ണം കൂടി കേൾക്കണം. രേണു സുധി ഇതിനു മുമ്പ്, അതായത് സുധിച്ചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ? അതിനെപ്പറ്റി ഇപ്പം എന്താ പറയാ, അങ്ങനെ കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങളാ? അവ ബിഗ് ലൂസിൽ പോയി പറഞ്ഞത് എന്തര്? ബിഗ് ലൂസിന്റെ അകത്ത് പോയിട്ട് എത്ര നഗ്ന സത്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഫുള്ള് നോണ, അകത്ത് നാണായിരുന്നു. പക്ഷേ അകത്തൊളിച്ചിരിക്കുന്ന പല നഗ്ന സത്യങ്ങളും പുറത്ത് വരും ബിഗ് ലൂസിന്റെ അകത്ത് നിന്ന്. നമ്മളെല്ലാവരും പറഞ്ഞതാ വന്ന്. ഞാൻ ഒറിജിനലായിട്ടേ കളിക്കൂ, ഞാൻ നാടകമാ കളിക്കുന്നേ. ഇപ്പൊ നാടകമൊന്നുമല്ല, ക്യാമറയൊക്കെ അങ്ങ് മറന്നുപോയി. അതപ്പനേ എന്ന് പറയുമ്പോ മാത്രമാണ് ക്യാമറ, അല്ലാത്ത സമയത്തൊന്നും ക്യാമറ ഇല്ല, മറന്ന്. എന്തായാലും കൊള്ളാം, ഒന്നുകൂടി കേക്ക്. ഒന്നാമത്തെ ഭർത്താവ് അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്നാ പറയുന്നേ. ഒന്നാമത്തെ ഭർത്താവ് നമ്മളെ ക്രൂശിച്ച് അതാക്കി ഇതാക്കി മോഞ്ചിച്ച്. രണ്ടാമത്തെ ഭർത്താവ് വന്ന് മൂപ്പര് മരിച്ചും പോയി. എന്തല്ലേ രണസുനയുടെ ഒക്കെ ഒരു കാര്യം. സത്യങ്ങളൊക്കെ ഇതാ പതുക്കെ പുറത്തു വരുന്ന നുണ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഇപ്പൊ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സപ്പോർട്ടേഴ്സിന്റെ എണ്ണം നല്ല കൂടുതലാണല്ലോടെ. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് മുന്നേ പറഞ്ഞ മറ്റൊരു കാര്യം, പൊന്നെ ഇത് നിങ്ങൾ കേക്ക് തന്നെ വേണം. ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കാൻ കാരണം, ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട്, 2 മക്കളുള്ളതാണ്. ഒരു ഭാര്യ 2 മക്കളുള്ള ആ വ്യക്തിയുടെ പേര് ഞാൻ എന്തിനു പറയണം? പക്ഷെ ഇതെന്തിനു പറഞ്ഞു? ഞാൻ ഒന്നും അറിയാതെ കെട്ടിയതാ, അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പിന്നെ എന്തിനാ പറയുന്നേ? ഇപ്പൊ ഒന്നാമത്തെ വിവാഹം, ആളുടെ പേര് കൃത്യമായിട്ട് ഷിബു ആണോ ഷിജു ആണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, തൽക്കാലം ഷിജു ഇരിക്കട്ടെ. എന്തായാലും ഷിബു, ഷിബുവോ നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ?
നിങ്ങൾ എന്ത് ദ്രോഹമാണ് രണസുനയോട് കാണിച്ചത്? ഇനി നിങ്ങൾ മാത്രമേ പുറത്തു വരാനുള്ളൂ. വീട് വെച്ച ആളെ പ്രാവി കൊഞ്ഞിലെ കുത്തി അവര് പുറത്തു വന്ന്, ബിഷപ്പ് സ്ഥലം കൊടുത്തതാണ്, ആളെയും ബുദ്ധിമുട്ടിച്ച് ആളും പുറത്തു വന്ന്, ഇനി പുറത്തു വരാ. അതേപോലെ കൊല്ലസുധിയുടെ രണ്ടാമത്തെ ഭാര്യയും പുറത്തു വന്ന്, എല്ലാവരും പുറത്തു വരുന്നുണ്ട്. ഇനി താങ്കളായിട്ട് മാത്രം എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? പുറത്തു പോരെ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? അത്ര അധികം ദ്രോഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊള്ളാം. എന്നിട്ട് പണ്ടത്തെ ഇന്റർവ്യൂല് പറഞ്ഞതാ, എന്തിനാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് മക്കളൊക്കെ ഉള്ളല്ലേ. ഇതാണ് രണസുന. വാക്കിന് അതില്ലാത്ത ഒരു സ്വഭാവമാണ്. ഒരു പഴയ ക്ലിപ്പും കൂടി കാണാം. ചേച്ചി ശരിക്കും ഫസ്റ്റ് മാരേജ് അല്ലേ? അതെ 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 ഫസ്റ്റ് മാരേജ് ആണ്. ഫസ്റ്റ് മാരേജ് കല്യാണം കഴിച്ച അപ്പോ ആളെന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചപ്പോ അയാളെ ഒഴിവാക്കി. പക്ഷെ ഞാൻ രണ്ടാമതൊരു കെട്ടിയിട്ടുണ്ട്. പക്ഷെ അതും ഫസ്റ്റ് മാരേജ് ആണ്. ആളുടെ പേരാണ് കൊല്ലസുധി. ഈ കൊല്ലസുധി മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ എന്നെ ആരും അറിയില്ലായിരുന്നേ. ഇതൊക്കെ പറയണ്ടേ? എന്ത് വാടേ. കഴിഞ്ഞ ദിവസം പുറത്തുപോയ നമ്മുടെ സരിക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കിത് സത്യമായിട്ട് തോന്നിയതാ. ഒന്ന് കാണാം. മൂപ്പത്തി ഫുള്ള് ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മളോട് സംസാരിക്കുന്നില്ല എന്നൊക്കെ 71 ക്യാമറയിലോട് നിർത്താണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. ഓരോ ദിവസം പോയിട്ടും സുധിയേട്ടന് ഞാൻ ഈ സാധനങ്ങളാണ് സത്യാണ് സത്യാണ് സത്യാണ്. ഒന്നും പറയില്ല. 24/7 കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ പൈസയും കൊടുത്തിട്ട് ഇരുന്ന് കണ്ടിരുന്നു. ഇവരൊന്നും ഞാൻ എവിടെയും കാണാറില്ല. ആകെ കാണുന്നത് ഈ ഒരു സാധനം മാത്രമാണ്. സത്യമാണ് പറയുന്നത്. എല്ലാ ക്യാമറയുടെയും മുന്നിൽ ഇടക്കും തലക്കൊക്കെ എന്തെങ്കിലും ചെറിയ സംഭവം കിട്ടിയ സേഫ്റ്റി ടാങ്ക് വിഷയം കത്തിച്ച്, കുളിയുടെ വിഷയം. ഇപ്പൊ ഒരു മനുഷ്യന് കേരളത്തിൽ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ രണസുനയുടെ ഫാൻസ് ഒക്കെ പറയുന്നത്. ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ കുത്തിക്കയറ്റുന്ന ഒരു സാധനമാണ് ഇത്. സ്കൂളിൽ പോയോ നീ? എന്നെ പഠിച്ചു. അമ്മ മറന്നു പോകല്ലേ. എന്റെ പൊന്നേ, ഇത് കൃത്യമായിട്ട് അറിയാം. ഇതൊക്കെ ഇവിടെ എത്തുന്ന അറിയാം. പിന്നെ രേണുസുധിയെ സപ്പോർട്ട് ചെയ്യാൻ ബിഗ് ബോസ് അല്ലാതെ വേറെ ആരെയുള്ളേ? ലാലേട്ടനെ ഒന്നും പറയാനില്ല. എന്ത് പറഞ്ഞാലും അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാ? ഇത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടാ ഈ കരച്ചിലും ബീച്ചിലൊക്കെ കാണുന്നത്. സരിക വേറൊരു കാര്യം പറയണ കേക്ക്. 71 ക്യാമറ മാറി മാറി കിച്ചോട്ടനൊന്ന്, പിന്നെ ഋതപ്പനൊന്ന്, ഈ സാധനം ഇവര് ഡെയിലി ചെയ്യുന്നുണ്ട് മുടങ്ങാണ്ട്. ഇവിടെ എന്ത് വിഷയം നടക്കുന്നതെന്ന് ഓർക്കൊരു പ്രശ്നേ അല്ല. സത്യാണ്. അവിടെ എന്ത് പ്രശ്നം നടന്നാലും ഒരു കുഴപ്പമുള്ളതല്ല. ഋതപ്പനെ അയ്യോ സുധി ചേട്ടാ എന്ന് വിളിച്ചിങ്ങനെ നടക്കണതിന്റെ അകത്ത്. അതിന്റെ ഉള്ളില് ഒരു ഗെയിമില് ഇവര് ഏതെങ്കിലും ഗെയിം വിൻ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വിൻ ചെയ്തിട്ടുണ്ട്. അതായത് കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, സാഹചര്യം എന്നൊരു വിഷയമല്ല, കുളിക്കേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഇവര്. കുളി ഒരു പ്രശ്നമല്ല, കുളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ജയിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ എവിടെയാണ് ഇവരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇവര് ജയിച്ചെന്ന് തന്നെ കൂട്ട്. എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ടോ ഭാര്യയുടെ പേരും പറഞ്ഞിട്ടോ മക്കളുടെ പേരും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്? അല്ല. വിഷമം വരുമ്പോ ചില സമയത്ത് പല ആളുകളും ചിലപ്പോൾ പറയാറുണ്ട്. 24/7 എപ്പോഴും പറയുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടുനോക്കി ഉറപ്പിക്കാം. അമ്മനെ കാണുമോ നീ? വൈകിട്ട് അപ്പച്ചനോട് പറയണം TV വെച്ചുതരാൻ. എന്നെ കാണണേ പൊന്ന. അമ്മയുടെ പൊന്നമ്മനെ കാണണേ. അമ്മ എന്നെ കാണുന്നുണ്ടെങ്കിൽ അമ്മക്ക് ക്വിറ്റടിച്ച് വന്നൂടെ? ക്വിറ്റടിച്ച് പോയാ പോരട്. എന്തിനാ കിടന്ന് മെഴുകുന്നു? കരഞ്ഞ് മെഴുകേണ്ട കാര്യമില്ല. നിങ്ങൾ ബിഗ് ലൂസിലാണ് പോയിട്ടുള്ളത്. ബിഗ് ലൂസിൽ കയറി വലിയൊരു ലൂസറായിട്ട് പുറത്ത് വരാൻ വേണ്ടി പോയതല്ലേ? അതിനങ്ങ് പോയി. അതേപോലെ തിരിച്ചങ്ങ് പോര്. വേറെന്ത്? നൂറ അതിലൊക്കെ ഒരു ചാൻസ് മണിപ്പൂരെ കിട്ടിയത് നിങ്ങൾക്ക് അറിയാലോ. ഫാമിലിയെ കൊണ്ടുവരാൻ ഒരു അവസരം കിട്ടുക. ആ അവസരത്തിൽ രണസുനയുടെ ഫാമിലിയെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചു. പക്ഷെ കൊളായി, മൂഞ്ചിപ്പോയി. എന്ത് കരച്ചിലും മെഴുകലായിരുന്നു. എവിടെ ഇത്രമാത്രം കരച്ചിലും മെഴുകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലേവർ അല്ലടാ എന്ന് പറഞ്ഞ് പോയതല്ലേ? തിരിച്ചു പോകുന്നുണ്ട്. എന്ത് ഈ രാത്രി പിന്നെ വരും. അവിടെയൊക്കെ അടിയും ബോളൊക്കെ നടന്ന് നമ്മള് കച്ചറയൊക്കെ ഉണ്ടാക്കി വന്നു. കച്ചറയും അടിയും വറക്കാണൊക്കെ ഉണ്ടായിട്ട് ഇവര് വരുന്ന സമയത്ത് ഒരാളുടെ അത്ര തലയിൽ പേനും നോക്കിയിട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കണം. അയ്യോ, ഇതേ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഇപ്പൊ ചെറിയൊരു ക്ലിപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു തമാശ ഒക്കെ തോന്നും. പക്ഷെ അത് അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരാള് 24 മണിക്കൂർ ഇങ്ങനെ തല ചൊറിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉള്ളിലേ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. സരിക പുറത്തായ സമയത്ത് ഒരു സംഭവം പറഞ്ഞു.
എന്റെ പൊന്നു മക്കളെ, നിങ്ങളിതൊന്ന് കാണുന്നെ വേണം. രേണു നല്ല മുടി ഇടിച്ച് അയ്യോ എനിക്ക് മേലാന്നേ, ഇത് എന്നതാണ് ഇവിടെ നടക്കുന്നയോ, എന്നതാണ് എനിക്ക് എന്റെ വീട്ടിൽ പോണേ. എന്റെ സുധിയേട്ട എന്നെ അങ്ങോട്ട് വിളി, സുധിയേട്ട റിത്തപ്പ എന്നെ അങ്ങോട്ട് വിളി, എന്റെ റിത്തപ്പ. ഞാൻ എന്നാ പരിപാടിയാന്ന്, എനിക്കിതൊന്നും പറ്റത്തില്ലെന്ന്, തലവേദനയാണേ. ഓ എന്റെ പൊന്നെ, കറക്റ്റ് സത്യം. ഇങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ടാസ്ക് കഴിഞ്ഞാ അതൊരു മൂലക്ക പോയിരുന്നു തന്നെ തലവേദനയാണേ. അയ്യോ അതന്നെ, നീ കണ്ട ഈ മുടി ഇവിടുന്ന് പോണത് കണ്ട. എന്തുവാടേ ഇതൊക്കെ? ഇപ്രാവശ്യത്തെ ബിഗ് ലൂസ് സെലക്ഷൻ ഉണ്ടല്ലോ, പറ്റക്കടാണേ. പറ്റക്കടത്തിന്റെ അപ്പുറത്താണ്, വളരെ മോശമാണ്. ആകെ എന്റർടൈൻ ആയിട്ടുള്ള ഓരോ വ്യക്തിയുള്ളൂ, അത് ഇയാളാ. ആര്യൻ കട്ടോലിയുടെ റേസിംഗ് ബാൻ എന്റെ കയ്യിലെത്തിയിരുന്നു. ഞാൻ മോഷ്ടിച്ചതല്ല, അത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻറ്റയർ ഗ്രൂപ്പ് ഫാമിലി ഉള്ളപ്പോൾ തന്നെ ഞാൻ എന്റെ സാഹസികത ഉപയോഗിച്ചിട്ട് ഞാൻ ഇതെടുത്തതാണ് ഈ ബാൻ. ഞാൻ ഈ ബാൻ കരസ്ഥമാക്കിയിരിക്കുകയാണ്. സോ എനിക്ക് എന്റെ പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ തിരിച്ചു വേണം. റേസിംഗ് ബാൻ ഇതെന്റെ കയ്യിൽ തന്നെ ഉണ്ട്. എനിക്ക് ആരും വിശ്വാസമില്ല. ഈവൻ ആരും ട്രസ്റ്റ് യു. അവസാനം എന്നെ ലാലത്തിന് മുമ്പിൽ വന്നിട്ട് കളക്കാരനാക്കാൻ പറ്റില്ല, നടക്കില്ല. ഇയാള് മാത്രമേ ഉള്ളൂ എനിക്കൊരു എന്റർടൈനർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോ, ഗെയിംസ് എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിനെ അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ ആസ്വദിച്ചിരിക്കാൻ വേണ്ടി നോക്കുമ്പോ പറ്റക്കടം ദാസപ്പന്മാരാണ് മുഴുവൻ. ഒരെണ്ണം മൊണ്ണകളാണെന്ന് അനു പറഞ്ഞില്ലേ, മൊണ്ണകളും മൊണ്ണികളും ആണെന്നുള്ളതാണ്. ആരാണ് നല്ലതുള്ളത്? ഇപ്പൊ ബോയ്സിന്റെ കാര്യത്തില് അനീഷ് വെറുപ്പ് സമ്പാദിച്ച് ഇപ്പൊ സ്നേഹം സമ്പാദിക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അതുകൂടാതെ പിന്നെ ഷാനവാസും വലിയ കുഴപ്പമില്ല. പിന്നെ കുറെ ബഹളം വെക്കാനും ഒരു കാര്യമില്ലാത്ത കുറെ എണ്ണം. അതില് ഇയാളെ മാത്രം, നെവിന് എന്റർടൈനർ പക്കയാണ്. എനിക്ക് അയാളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതിനർത്ഥം അയാൾ കപ്പടിക്കും വിൻ ചെയ്യുന്നൊന്നല്ല. അതേപോലെ സ്ത്രീകളിൽ ആരാ ഉള്ളത്? ആരുമില്ല, ഒക്കെ പറ്റക്കടം ദാസപ്പന്മാര് എന്ന് പറയാ, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും സെലക്ഷൻ ചെയ്യുന്ന സമയത്ത് നല്ല ആളുകളെ സെലക്ട് ചെയ്യുക. ഒരു 10 ദിവസം നിങ്ങൾ എക്സ്ട്രാ ഒരു പ്രാക്ടീസ് ഒക്കെ കൊടുത്തു വെക്കിയ അവരെ സ്വഭാവം മനസ്സിലാവും. ഇപ്പൊ രണസുന കണ്ടില്ലേ, ഇത്രയും നാളും പറയാത്ത പല കാര്യങ്ങളകത്ത് വന്ന് പറയുന്നത്. ഇപ്പൊ പക്ക ലോക്കൽ പരിപാടിയായിട്ട് മലയാള ബിഗ് ലൂസ് മാറിക്കൊണ്ടിരിക്കുക, തനി ലൂസ് പരിപാടി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് രസകരമായിട്ടുള്ള ഓരോ മുഹൂർത്തങ്ങളായിട്ട് വീണ്ടും വരാം. അതൊരു സന്ദീപ് പടപ്പാൾ സൈനിങ് ഓഫ്.